തപാൽ സർക്കിൾ സംഘടിപ്പിച്ച സ്റ്റാമ്പ് പ്രദർശനം പുതിയ അറിവുകൾ സമ്മാനിക്കുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അപൂർവ സ്റ്റാമ്പുകളും ചരിത്രരേഖകളും ഈ പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണങ്ങളാണ്. സാംസ്കാരിക സമന്വയം എന്ന പ്രമേയത്തിലാണ് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. 173 പ്രദർശകർ പങ്കാളികളായ മേളയിൽ 504 ഫ്രെയിമുകളിലായാണ് പ്രദർശനം. We hope that young kids, students and the general public also, they gain an awareness about how the small stamps that are there. These miniature creations also teaches a lot about history and culture. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് ആണ് പ്രദർശനത്തിലെ വലിയ കൗതുകം. ഒപ്പം ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പ് സിൻഡാക് 5 ലക്ഷം യൂറോയ്ക്ക് ലേലം പോയ ഗാന്ധി സ്റ്റാമ്പ് എന്നിവയും മേളയിലുണ്ട്. ഇത് ടെസ്റ്റിലും അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഹിസ്റ്ററി അങ്ങനെയായിട്ടാണ് ഞങ്ങൾ പഠിച്ചേക്കണത്. അപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ കിട്ടിയ ഒറിജിനൽ സംഭവങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. വലിയ അറിവൊന്നും ഇല്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ വന്ന് ഓരോന്ന് വായിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് ഓരോന്ന് മനസ്സിലായത്. ലെനിനിസത്തെ ആസ്പദമാക്കി 63 രാജ്യങ്ങൾ പുറത്തിറക്കിയ സ്റ്റാമ്പുകളുടെ ശേഖരം കൗതുകകരമായ മറ്റൊരു കാഴ്ചയാണ്. ഇത് കളക്ട് ചെയ്യുമ്പോഴും മറ്റുള്ള ആളുകൾ കാണിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലെനിൻ കളക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ലെനിൻ മരണപ്പെട്ടിട്ട് 6ാമത്തെ ദിവസം സോവിയറ്റ് യൂണിയൻ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാമ്പ് മുതൽ ഇന്ന് വരെ ഏകദേശം കിട്ടിയ സ്റ്റാമ്പുകളെല്ലാം എൻ്റെ ശേഖരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൃശ്യമാകുന്നത് ലോകത്തിന്റെ ചരിത്രമാണ്. പ്രായമായവർ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുതുതലമുറയ്ക്കത് വേറിട്ട കാഴ്ചകളാകുന്നു. ക്യാമറമാൻ രാഹുൽ ബിജോനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.